അല്ല അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞതുപോലെ അതും ബോധ്യപ്പെടുത്തിയെന്നല്ലേ പറയുന്നത്. അതും ബോധ്യപ്പെടുത്തി. അത് ഞാൻ പറഞ്ഞ അതൊക്കെ കോടതിയിൽ പിന്നെ ഫയൽ ചെയ്യുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാർ ഉയർത്തുന്ന നിയമപരമായ കാര്യങ്ങളാണ്. ഏതായാലും ഇത് പിന്നെ അതായിക്കോട്ടെ. ഏതായാലും 34 വർഷമായല്ലോ, വിചാരണ തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ഓരോ നിയമ നടപടികളിലൂടെയും കടന്നുപോയതാണല്ലോ, കടന്നു പോകട്ടെ, ആ പ്രോസസ്സിലൂടെ പോയി. ഞാനിത് പറയാം, ഇത് 2006 ഫയൽ ചെയ്ത കുറ്റപത്രത്തിനെതിരെ ഞാൻ കോഷ് ചെയ്യാൻ ഒരിക്കലും പോയിരുന്നില്ല. പക്ഷേ 2021 ഞാൻ മന്ത്രിയായതിനു ശേഷം എന്നെ ആ കേസ് വീണ്ടും ചിലർ കുത്തിപ്പൊക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ FIR കോഷ് ചെയ്തത്. അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് നിയമപരമായി ഉണ്ടാകുന്ന ഓരോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തെയൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇതിലും വിചാരണയെ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ വിചാരണ കോടതിയിൽ തന്നെ നേരിടും. എൻ്റെ നിയമപരമായ എനിക്കുള്ള എല്ലാ സാധ്യതകളും ഞാൻ പരിശോധിക്കും. നിയമത്തിൻ്റെ വഴിയിലൂടെ പോയാൽ തീർച്ചയായിട്ടും നീതി എൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും, 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം കോടതിയുടെ മുമ്പിൽ തന്നെ വേറെ ആളുകൾ കുറ്റം ചെയ്തതായിട്ട് ഇൻ്റർപോളും CBIയും ഏക്കാനിയുടെ കാലത്തുള്ള പോലീസിൻ്റെ അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഞാനെന്തിനു ഭയക്കണം? അല്ല, അതാണ് അന്ന് അവിടെ അവസാനിച്ചിടത്തല്ല. 2006 കൊടുത്ത കുറ്റപത്രത്തിൻ്റെ രീതിയിൽ വിചാരണ തുടരാനാണ്. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അതിൽ പോലും എനിക്ക് ഭയമില്ലായിരുന്നു. ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2006 ആ കുറ്റപത്രത്തിനെതിരെ കോടതിയിൽ അന്ന് പോകുമായിരുന്നല്ലോ. ഞാൻ 15 കൊല്ലം ഞാൻ പോയില്ലല്ലോ. ഞാൻ വിചാരണ നേരിട്ടല്ലോ, ഞാൻ കോടതിയിൽ പോയല്ലോ, ജാമ്യം എടുത്തല്ലോ, ഹാജരായല്ലോ. ഒരു കോടതിയിൽ പോലും ഒരു വിചാരണയ്ക്ക് പോലും ഞാൻ മുടങ്ങിയില്ലല്ലോ. കാരണം എൻ്റെ കാരണം കൊണ്ട് ആ കേസ് ഒരു ദിവസം പോലും മാറ്റി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ നിയമത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ 2021 ചിലർ മന്ത്രിയെ എൻ്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിയപ്പോൾ ഞാൻ അന്ന് നിയമപരമായിട്ട് ഞാൻ നേരിട്ടു, അതിൽ ഞാൻ വിജയിച്ചു. എന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റാനുള്ള ചിലരുടെ ആഗ്രഹം നടന്നില്ല. ഈ വിചാരണ നേരിടാൻ ഞാൻ അന്നേ തയ്യാറായിരുന്നു, 2006 മുതൽ തയ്യാറായിരുന്നു. ഞാനതുകൊണ്ട് പിന്നെ എന്തിനാ ഞാൻ ഭയക്കണം? എനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കോടതി പോകുമായിരുന്നല്ലോ. സോ ഐ ആം ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ദീസ് തിങ്സ്. അത് ശരിയല്ലല്ലോ. കാരണം നിങ്ങൾ ആ കോടതിയുടെ പിന്നെ പ്രൊസീഡിങ്സൊക്കെ ഏതെങ്കിലും കോടതിയിൽ ഞാൻ ഹാജരായില്ലെങ്കിൽ എനിക്കതിന് ഉടനെ വാറണ്ട് പുറപ്പെടുവിക്കൂലേ? ഒരു വാറണ്ട് എൻ്റെ പുറപ്പെടുവിച്ചില്ലല്ലോ. ഞാൻ എല്ലാ കോടതിയിലും, ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് പകരം വേണേൽ അഡ്വക്കേറ്റിനോ, അതിനാണല്ലോ വക്കീലിനോ. ഞാനും വക്കീലാണല്ലോ. എനിക്ക് ഹാജരാകാൻ അസൗകര്യമുള്ള ദിവസങ്ങളിൽ വക്കീൽ ഹാജരാകും. ഞാനോ വക്കീലോ ഹാജരാകാത്ത ഒരു പോസ്റ്റിംഗ് പോലും ഇല്ലായിരുന്നല്ലോ. പിന്നെന്തിനാ? എൻ്റെ കാരണം കൊണ്ട് ഒരു കേസും ഒരു ദിവസം പോലും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. കോടതിയുടെയോ എതിർഭാഗത്തിൻ്റെയോ പ്രോസിക്യൂഷൻ്റെയോ തടസ്സം കൊണ്ട് മാത്രമാണ് അന്ന് കേസ് നീണ്ടുപോയത്. എൻ്റെ കാരണം കൊണ്ടേ അല്ല. ഞാൻ ചാർജ് ഷീറ്റ് കിട്ടിയപ്പോൾ ആദ്യത്തെ ദിവസം പോയി ഹാജരായി പിന്നെ ജാമ്യം എടുത്ത ആളാണ്. സോ അവർ ആ സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കെന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ പോയി അന്ന് ഈ കുറ്റപത്രം റദ്ദാക്കാനായിട്ട് ഞാനന്ന് 2006 തന്നെ പോകുമായിരുന്നല്ലോ. ഞാൻ 2021 വരെ പോയില്ലല്ലോ. സോ എന്തുകൊണ്ടെന്നാൽ ഈ കേസിനെ കുറിച്ച് എനിക്ക് ഭയമില്ലാത്തതുകൊണ്ടാണ്. വിചാരണ നടത്തിയിരുന്നെങ്കിൽ എന്നേ അക്യൂറ്റിലായി പോകുമായിരുന്നൊരു കേസായത്. പക്ഷേ എൻ്റെതല്ലാത്ത കാരണം കൊണ്ട് കേസ് നീട്ടിക്കൊണ്ട് പോയെന്നുള്ളതാണ്. കാരണം ഞാനത് പിന്നെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുമില്ല, നേരത്തെ പൂർത്തിയാക്കാൻ. രണ്ടായാലും ഞാൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു എന്ന് ആളുകൾ പറയുള്ളൂ. അതുകൊണ്ട് ഐ വാസ് വെരി കോൺസ്റ്റൻറ്റ്. ഞാൻ നിയമത്തിൻ്റെ പാതയിലൂടെ കൃത്യമായിട്ടാണ് സഞ്ചരിച്ചതെന്നുള്ളത് കോടതിക്ക്. അങ്ങനെ സുപ്രീം കോടതി എന്തെങ്കിലും ഒരു അഡ്വൈസ് റിമാർക്ക് എനിക്കെതിരെ പറഞ്ഞില്ലല്ലോ. നോ. അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ച് വിചാരണ നേരിടാനാണ്. ഞാൻ ആ വിധിയുടെ കൃത്യമായിട്ട് വായിച്ചിട്ടില്ല, മുഴുവൻ വായിക്കാനുണ്ട്. വിചാരണ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത നടപടികൾ നിയമ നടപടികളുമായി ഞാൻ പോവും. വിചാരണ നേരിടാനാണെങ്കിൽ നേരിടും. നിയമം എന്താണോ അനുശാസിക്കുന്നത് ആ വിധത്തിൽ ഞാൻ പ്രവർത്തിക്കുക. അല്ല, അത് വിധി ഒന്ന് വായിച്ചു നോക്കട്ടെ, പിന്നെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് വിധി അല്ല, അത് വിധി പകർപ്പ് വായിച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. മറ്റുള്ളവരായിട്ട് ആലോചിക്കും, ആവശ്യമാണെങ്കിലേ ഉള്ളൂ. ഞാൻ ട്രയലിനെ ഭയപ്പെടുന്നെങ്കിൽ ഞാൻ 2006 മുതൽ 2021 വരെ കോടതി പോകുമായിരുന്നില്ലല്ലോ. മാറി നിൽക്കുമോ? ഞാൻ മാറി നിന്നില്ലല്ലോ. അതും തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഐ വാസ് നോട്ട് അഫ്രൈഡ്. അല്ല, അത് എൻ്റെ ജീവിതത്തിലെ വേട്ടയാടൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എൻ്റെ കരുത്ത് കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അവിടെ ഈ വേട്ടയാടലിന് ശേഷമാണല്ലോ ഞാൻ മന്ത്രി വരെ ആയത്. ആരും പ്രതീക്ഷിക്കാതെ. അതുകൊണ്ട് ഇതെല്ലാം എന്നെ കൂടുതൽ ശക്തനാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അത് തന്നെയാണ്.
അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ ഇത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ നിയമത്തിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കുള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും എനിക്കില്ല. അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും.